എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CHSL 2020 ടയർ 1 എല്ലാ ഷിഫ്റ്റിലുമായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ്, അതിൻ്റെ സിനോണിംസ് ആൻറ്റണിംസ് ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിസോൾവിൻ്റെ സിനോണിം സെറ്റിൽ, അതുപോലെ സോൾവ്, അതായത് തർക്കം തീർക്കുക അല്ലെങ്കിൽ ഒരു പരിഹാരം കാണുക, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അതിൻ്റെ ആൻറ്റണിമാണ് ഇൻഡിസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിസിഷൻ? അടുത്താണ് പ്രിസൈസ്. പ്രിസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്യുറേറ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ്, അതായത് കൃത്യമായിട്ടുള്ള എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ആൻറ്റണിമാണ് ഇതൊക്കെയാണ് ഇന്നാക്യുറേറ്റ്, അതുപോലെ പ്രിസൈസ്. പിന്നെ അവർ ചോദിച്ചിട്ടുള്ളതാണ് പ്രൂഡൻറ്റിൻ്റെ സിനോണിം എന്താണ്. പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ്, അതുപോലെ വെൽ ജഡ്ജ്ഡ് എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. കരുതലോടെ പ്രവർത്തിക്കുന്ന എന്നുള്ളൊരർത്ഥമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താണ്? എക്സ്ട്രാ വാഗൻറ്റ്. എന്താണ് എക്സ്ട്രാ വാഗൻറ്റ്? അടുത്തത് സ്ട്രെച്ചിൻ്റെ സിനോണിം എക്സ്റ്റെൻഡ്, അതുപോലെ സ്ട്രെയിറ്റൻ, അതൊക്കെയാണ് അർത്ഥം വരുന്നത്. സ്ട്രെച്ച് എന്താണ്? എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. അതായത് വ്യാപിപ്പിക്കുക, വിടർത്തുക എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണി എന്തായിരിക്കും? ഷോർട്ടൺ. അടുത്ത് നോക്കൂ, വിഷിയേറ്റിൻ്റെ സിനോണിം എന്തൊക്കെയാണ്? കറപ്റ്റ് അല്ലെങ്കിൽ ഡിബേസ് ഒക്കെയാണ്. അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥമൊക്കെ പറയുകയാണെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ തരം താത്ത, അങ്ങനെയുള്ളൊരു അർത്ഥമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിയുമായിട്ട് വന്നിട്ടുള്ള വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അനുകൂലിക്കുക എന്നുള്ള ഒരു അർത്ഥമൊക്കെയാണ് വരുന്നത് മലയാളത്തിൽ. അടുത്താണ് ബയാസ്. അടുത്തവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫെയർനെസ്, അതുപോലെ വൺ സൈഡ്നെസ് എന്നുള്ള അർത്ഥമൊക്കെയാണ് ബയാസിന് വരുന്നത്. അതായത് പക്ഷപാതം കാണിക്കുക അല്ലെങ്കിൽ ഒരു സൈഡിലേക്കുള്ള ചായ്വ് കാണിക്കുക, അതൊക്കെയാണ് ബയാസിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആൻറ്റണിയുമായിട്ട് വന്നിട്ടുള്ളത് ഇംപാർഷ്യാലിറ്റി, അതുപോലെ ഫെയർനെസ് ഒക്കെയാണ്. അടുത്തതാണ് റാൻഡമായിട്ട്, അതായത് നമ്മൾ പ്ലാനിങ്ങോട് കൂടിയല്ലാതെ റാൻഡമായിട്ട്, അതായത് അൺപ്ലാൻഡ്, എയിംലെസ് എന്നുള്ള അർത്ഥമൊക്കെയാണ് എന്ത് വരുന്നത്? റാൻഡമിന് വരുന്നത്. അതുപോലെ അതിൻ്റെ ആൻറ്റണിം എന്താണ്? ഡെലിബറേറ്റ്ലി, അതുപോലെ സ്റ്റഡി, അതായത് വേണമെന്ന് വിചാരിച്ച് എയിമോട് കൂടി ചെയ്യുന്ന, അതൊക്കെയാണ് എൻ്റെ ആൻറ്റണിയുമായിട്ട് അർത്ഥം വരുന്നത്. അടുത്തതാണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കബിൾ, അതുപോലെ ഫ്രാഞ്ചിബിൾ ഒക്കെയാണ് അതിൻ്റെ സിനോണിമായിട്ട് വരുന്നത്. അതുപോലെ ആൻറ്റണിം എന്താണ്? റെസിലിയൻ്റ്, അതുപോലെ ഫ്ലെക്സിബിൾ, പെട്ടെന്ന് ബ്രേക്കായി പോകുന്ന, അതൊക്കെയാണ് അർത്ഥം ബ്രിട്ടിലിൻ്റെ. അടുത്ത് നോക്കൂ, ഇനോർഡിനേറ്റിൻ്റെ സിനോണിം എന്തൊക്കെയാണ്? എക്സസീവ്, അതുപോലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ഒക്കെയാണ്. അതായത് ക്രമം തെറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അത്യമിതമായിട്ടുള്ള, എക്സസീവ്, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്, ഇനോർഡിനേറ്റിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണി എന്തായിരിക്കും? ലിമിറ്റഡ്, അതുപോലെ മോഡറേറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ ആൻറ്റണിയും വരുന്നത്. അടുത്ത് ചോദിച്ചിട്ടുള്ളത് അതായത് ബ്ലാൻഡിൻ്റെ സിനോണിം എന്ന് പറഞ്ഞാൽ ബോറിങ്, അതുപോലെ ഡള്ളായിട്ട്, ബോറിങ്, അങ്ങനെയുള്ളൊരു അർത്ഥമാണ് ബ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് ഉന്മേഷമില്ലാതെ, ബോറിങ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിരിക്കും? ഇൻട്രസ്റ്റിംഗ്, സ്റ്റിമുലേറ്റിംഗ് എന്നുള്ളൊരു അർത്ഥം വരുന്നതൊക്കെ ആയിരിക്കും എൻ്റെ ആൻറ്റണിം. അവിടെ നോക്കൂ, ഹാസിയുടെ സിനോണിം എന്തൊക്കെയാണ്? ക്ലൗഡി, അതുപോലെ മിസ്റ്റി, മേഘാവൃതമായ, അവ്യക്തമായ, മൂടിക്കെട്ടിയിരിക്കുന്ന, അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്ന വേർഡാണ് ഇത് ഹാസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിരിക്കും? ബ്രൈറ്റ്, തെളിച്ചമുള്ള, സണ്ണി, അങ്ങനെയുള്ളൊരു അർത്ഥം വരുന്നതായിരിക്കും അതിൻ്റെ ആൻറ്റണിം എന്ന് പറയുന്നത്. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അർത്ഥം വരുന്നതാണ് അർത്ഥം. അടുത്ത് നോക്കൂ, നോവൈസ്. നമ്മൾ നോവൽ കൊറോണ വൈറസ് എന്നൊക്കെ പറയില്ലേ? നോവൈസ്. എന്താണ് നോവൈസ് അർത്ഥം? നോവൈസിൻ്റെ അർത്ഥം എന്താണ്? ബിഗിനർ അല്ലെങ്കിൽ ന്യൂ കമ്മർ, അതായത് ഒരു പ്രാരംഭകൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് നോവൈസിൻ്റെ. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താണ്? എക്സ്പേർട്ട്, അതുപോലെ വെറ്ററൻ ഒക്കെയാണ് അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത്. അടുത്ത് നോക്കൂ, ബോൾസ്റ്റർ. എന്താണ് ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ, സപ്പോർട്ട്, അതുപോലെ പില്ലോയ്ക്ക് നമ്മൾ ബോൾസ്റ്റർ എന്ന് പറയും. അപ്പോൾ സ്ട്രെങ്തൻ, സപ്പോർട്ട്, അതായത് എന്ത് ചെയ്യാം? താങ്ങി നിർത്തുക എന്നുള്ള, സപ്പോർട്ട് ചെയ്ത് നിർത്തുക, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ബോൾസ്റ്ററിന് വരുന്നത്. അതിൻ്റെ ആൻറ്റണി വന്നിരിക്കുന്നത് അണ്ടർമൈൻ ആണ് അപ്പോൾ അതിൻ്റെ ആൻറ്റണി വരുന്നത്. അടുത്താണ് മിയാക്കർ. ഇതിൻ്റെ സിനോണിം എന്താണ്? ഇനാഡിക്വേറ്റ്, അതുപോലെ ലിമിറ്റഡ്, അതായത് പരിമിതമായ, അല്പമായ എന്നുള്ള ഒരർത്ഥമാണ് ഇതിന് വരുന്നത്, മിയാക്കർ എന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമാണ് സഫിഷ്യൻറ്റ്. ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും, സഫിഷ്യൻറ്റ്, അതാണ് അതിൻ്റെ ആൻറ്റണി.
അടുത്തതാണ് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻറ്റ് സിനോണിമൊക്കെയാണ് ക്ലിയർ, വ്യക്തമായ, ട്രാൻസ്ലൂസൻറ്റ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ട്രാൻസ്പെറൻറ്റ് സിനോണിം. അതിൻ്റെ ആൻറ്റണിമാണ് ഒപ്പാക്ക്. ഒപ്പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമല്ലാത്ത, മങ്ങിയ എന്നുള്ളൊരർത്ഥമൊക്കെയാണ് വരുന്നത്. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തുന്ന അല്ലെങ്കിൽ ക്ലിയർ, ട്രാൻസ്ലൂസൻറ്റ് എന്നൊക്കെ അർത്ഥമാണ് ട്രാൻസ്പെറൻറ്റ് സിനോണിമായിട്ട് വരുന്നത്. അതുപോലെ ആൻറ്റണിം ഒപ്പാക്ക്. അടുത്തത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇത്, എമേർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ സിനോണിം കം ഔട്ട്, അതുപോലെ അപ്പിയർ. അതായത് കിളിർക്കുക, ഉയർന്നു വരിക എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് എമേർജിനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമാണ് എന്ത്, ഡിസപ്പിയർ എന്ന് പറയുന്നത്. അടുത്താണ് ഐസൊലേറ്റഡിൻ്റെ സിനോണിം എന്തൊക്കെയാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന, അത് ഔട്ട്ലൈയിങ്, അതുപോലെ റിമോട്ട്, എത്തിപ്പെടാൻ പറ്റാത്ത എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് ഇത് വരുന്നത്, ഐസൊലേറ്റഡിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമാണ് എന്ത്, ആക്സസിബിൾ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതാണ് അതിൻ്റെ ആൻറ്റണി. അടുത്താണ് ഇനാക്വസ്. അതിൻ്റെ സിനോണിം എന്താണ്, സേഫ്, നോൺ ഡേഞ്ചറസ്, അതായത് അപകടകരമല്ലാത്ത, അപായരഹിതമായ എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ആൻറ്റണിമാണ് എന്തൊക്കെയാണ്, ഹാംഫുൾ, അതുപോലെ ഒബ്നോക്ഷ്യസ് എന്നൊക്കെയാണ് അതിൻ്റെ ആൻറ്റണിം വരുന്നത്. അടുത്തതാണ് ഒപ്ലുവൻ്റ് സിനോണിം എന്തൊക്കെയാണ്, ലക്ഷൂറിയസ്, അതുപോലെ ലാവിഷ്, ആഡംബരപൂർണ്ണമായ എന്നുള്ള ഒരർത്ഥമൊക്കെയാണ് ഒപ്ലുവൻറ്റിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിരിക്കും, സ്പാർസ്. അടുത്തതാണ് സിവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിമായിട്ട് വരുന്ന സീരിയസ്, ക്രിട്ടിക്കൽ എന്നൊക്കെയാണ്. അതായത് ഡേഞ്ചർ, അതായത് ഭയങ്കര തീവ്രമായ എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് സിവിയറിന് വരുന്നത്. അതിൻ്റെ അപ്പോൾ ആൻറ്റണിയുമായിട്ട് വന്നിട്ടുള്ളത് മൈനർ, നെഗ്ലിജിബിൾ എന്നൊക്കെയാണ് അതിൻ്റെ ആൻറ്റണിംസ്. അടുത്ത് നോക്കൂ, ഓൾട്രേഷൻ. നമ്മൾ പറയാറില്ലേ, ഓൾട്ടർ ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡിഫൈ ചെയ്യുക. സിനോണിം എന്തൊക്കെയാണ്, മോഡിഫിക്കേഷൻ, അതുപോലെ ചേഞ്ച്. അതിൻ്റെ ആൻറ്റണിയുമായിട്ട് വരുന്നതാണ് പ്രിസർവേഷൻ, അത് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, അത് പ്രിസർവ് ചെയ്യുക. അടുത്തതാണ് ഡിസ്ക്ലോസിൻ്റെ സിനോണിം എന്തൊക്കെയാണ്, റിവീൽ, പബ്ലിഷ്, അതായത് നമ്മൾ പരസ്യപ്പെടുത്തുക എന്നുള്ളൊരർത്ഥമൊക്കെയാണ് ഡിസ്ക്ലോസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തൊക്കെയാണ്, കൺസീൽ, അതുപോലെ ഹൈഡൊക്കെയാണ് അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത്. അടുത്താണ് റെക്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിനോണിം, കെയർലെസ്, അതുപോലെ തോട്ട്ലെസ്, അതായത് ശ്രദ്ധാപൂർവ്വം അല്ലാതെ, അശ്രദ്ധ എന്നൊക്കെ പറയാം, ശ്രദ്ധയോട് കൂടി എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ് റെക്ലെസ്സിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തൊക്കെയായിരിക്കും, കെയർഫുൾ, അതുപോലെ പ്രൂഡൻറ്റ് ഒക്കെയാണ് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് ഇൻട്രപ്പിഡ്. അടുത്ത ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത്, ഇൻട്രപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിയർലെസ്, അതുപോലെ ഡോണ്ട്ലെസ്, പേടിയില്ലാത്ത എന്നുള്ളൊരർത്ഥമാണ് എന്ത് വരുന്നത്, ഇൻട്രപ്പിഡ് എന്ന് പറയുന്നത്. ആൻറ്റണിം എന്തൊക്കെ വരും, അപ്പോൾ ഫിയർഫുൾ, അതുപോലെ കവാർഡ്ലി, ഇതൊക്കെയാണ് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് ഓക്വേർഡ്. അടുത്ത് ചോദിച്ച ഒരു വേർഡായിരുന്നു ഓക്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിം അൺഹാൻഡി, അതുപോലെ ഡിഫിക്കൾട്ട്, ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ, അത് ഓക്വേർഡ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത് കൺവീനിയൻറ്റ്, അതുപോലെ ഈസി ഒക്കെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതുവരെയുള്ള ഷിഫ്റ്റിൽ CHSL ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെയൊക്കെ സിനോണിംസും ആൻറ്റണിംസൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.